ഉയരുകയാണോ താമര പൈങ്കിളി പൈതൽ, ഉയരുകയാണോ താരകത്തൂ മലർത്തോപ്പിൽ. പാർലമെന്റ് അംഗങ്ങളെ, നിങ്ങളെ ഏവരെയും ഈ നടപ്പു വർഷത്തെ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനും നടപ്പിലാക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേരളം, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായല്ലോ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സമാധാനപരമായി നടത്തുവാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. അതിനുവേണ്ടി പ്രവർത്തിച്ച സർക്കാർ ജീവനക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുന്നു. കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം, സ്ത്രീകളുടെ ഉന്നമനം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും വികസനം തുടങ്ങിയവ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളാണ്. കാർഷിക വ്യാവസായിക സേവന മേഖലകൾ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഭാരതത്തെ 21ാം നൂറ്റാണ്ടിലെ മഹത് ശക്തിയായി ഉയർത്തുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. കാർഷിക വികസനത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിൽ കൂടുതൽ പൊതു നിക്ഷേപം കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. കൃഷി വായ്പ വിതരണവും കൃഷി ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം നൽകിക്കൊണ്ട് കാർഷിക ക്ഷേമത്തിനായി രൂപീകരിച്ച ഗവൺമെന്റ് ഏജൻസികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്താകമാനമുള്ള കർഷകർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താനും ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നതാണ്. കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നതിനും ഭൂരഹിതർക്ക് മിച്ച ഭൂമി വിതരണം ചെയ്യുന്നതിനും ഈ ഗവൺമെന്റ് നടപടി കൈക്കൊള്ളുന്നതാണ്. ഈ സർക്കാർ അധികാരികൾക്ക് വന്നതിനു ശേഷം പ്രീ പ്രൈമറി തലം മുതൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ നൂതന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. അതിന്റെ നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ പഞ്ചവത്സര പദ്ധതി അവസാനിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ നൈപുണ്യം നേടാൻ യോഗ്യരായിത്തീരും. ഇവർക്ക് ഏവർക്കും സൗജന്യ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണ്. കുട്ടികളാണ് നമ്മുടെ സ്വത്ത്. അവരുടെ ശരിയായ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതിയുടെ 5% തുക മാറ്റിവച്ചിരുന്നു. ഈ തുക അടുത്ത വർഷം മുതൽ പദ്ധതി തുകയുടെ 8% ആക്കാൻ എന്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥിതി താഴെക്കിടയിൽ എത്തിച്ചുകൊണ്ട് ഗ്രാമീണ വികസനം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. 2-3 ലക്ഷത്തോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഗ്രാമീണ വികസനത്തിനും വകയിരുത്തിയിട്ടുള്ള ഫണ്ടുകൾ അതാത് പഞ്ചായത്തുകളിൽ എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ഫണ്ട് വിനിയോഗത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതാണ്. വികസന പ്രക്രിയകളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ഭാരതത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബാലപഞ്ചായത്തുകൾ സജീവപ്പെടുത്തിക്കൊണ്ടും വാർഡ് തലത്തിൽ ഗ്രാമസഭകളും ബാലസദസ്സുകളും വിളിച്ചു ചേർത്തുകൊണ്ടും ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന ആശയം പ്രവർത്തിതമാക്കുന്നു. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് വികസിതമായി റോഡ് വികസനം, വൈദ്യുതീകരണം, കുടിവെള്ളം തുടങ്ങിയവയ്ക്കായി ഗവൺമെന്റ് നിക്ഷേപത്തിൽ നിന്ന് ആനുപാതികമായ തുക മാറ്റിവെക്കും. തുല്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ നഗര ഗ്രാമങ്ങൾ തമ്മിലുള്ള അകലം ഇല്ലാതാക്കാനും ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നതാണ്. കായിക രംഗത്ത് നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ എന്നീ മേഖലകളിൽ നാം ധാരാളം അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ പങ്കെടുത്ത് വിജയിച്ചു. 2026 നടക്കുന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന
മാമര പൈങ്കിളി പൈതൽ